നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ നാളെ തുറന്നേക്കും. നാളെ രാവിലെയോടെ നടപടികൾ ആരംഭിക്കും. സ്ഥലത്ത് വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. സംഘർഷ സാധ്യതയില്ലെന്ന് പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേർന്നുണ്ട്. ഗോകുൽ, വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിവാദ സമാധി നാളെ അത് തുറക്കുമെന്നുള്ള വിവരം വരികയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, നമ്മൾ പറയുന്നതുപോലെ തന്നെ മാധ്യമ വാർത്തകൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നതാണ് നെയ്യാറ്റിൻകര സ്വാമിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ. ഇതിൽ കുടുംബം പറയുന്നത് സമാധിയായി എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സമാധി ആയെങ്കിൽ ആളുകൾ കണ്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും ചോദ്യത്തിൽ വരികയും ഹൈക്കോടതി അടക്കം ഇന്ന് ആ ചോദ്യം ചോദിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഇന്നിപ്പോൾ അറിയാൻ സാധിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി ജില്ലാ റൂറൽ SP അടക്കമുള്ളവർ യോഗം ചേർന്നിട്ടുണ്ട്. അതിലാണ് നാളെ ഈ സമാധി സ്ഥൽ പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് മുൻപോട്ട് പോവുകയാണ്. അതേസമയം ഇന്ന് കുടുംബം രാത്രിയിൽ പൂജകൾ ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകളുമായി കുടുംബം മുൻപോട്ട് പോകും എന്നുള്ളതാണ്. നാളെ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് കുടുംബം ഇപ്പോഴും ഉള്ളത്. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിട്ടുണ്ടാവുക, അത് സ്വാഭാവിക മരണമാണോ, അല്ലെങ്കിൽ കുടുംബം പറയുന്നത് പോലെ സ്വർഗവാതിൽ ഏകാദശി എന്ന ദിവസത്തിൽ ജീവൽ സമാധി ആക്കിയതാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടി അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ഈ പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കൂടുതൽ പോലീസുകാരെ AR ക്യാമ്പിൽ നിന്ന് ഇറക്കി വിന്യസിച്ച് ഈ പ്രദേശത്ത് വിന്യസിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാനാണ് സാധ്യതയുള്ളത്. കാരണം ഈ പ്രദേശം വലിയ രീതിയിൽ തന്നെ സംഘർഷഭരിതമാണ്. നാട്ടുകാർ കുടുംബത്തിന് എതിരായി നിൽക്കുന്നു. രണ്ട് മക്കളും, അതായത് ഗോപൻ സ്വാമിയുടെ 2 മക്കളും ഭാര്യയും ഒപ്പം മകന്റെ ഭാര്യയുമാണ് ഈ സമയത്തൊക്കെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവിക മരണമല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ എല്ലാം കേസുകൾ എടുക്കാൻ, നരഹത്യക്ക് കേസുകൾ എടുക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ഇവർ പറയുന്നത് ഇപ്പോഴും സമാധി എന്നുള്ളൊരു വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് സ്വാഭാവിക മരണമെന്നോ ഉള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല. സമാധി എന്നുള്ള വാക്കാണ്. നാളെ കൂടുതൽ പോലീസ് സന്നാഹങ്ങൾ ഉണ്ടാകും അല്ലേ ഗോകുൽ? തീർച്ചയായും AR ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ SP ഓഫീസിൽ നിന്ന് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. റൂറൽ SP അടക്കമുള്ള സംഘം നാളെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എത്തുകയും ഈ സമാധി സ്ഥലിൽ തമ്പടിക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ പോലീസുകാർ AR ക്യാമ്പിൽ നിന്നെത്തും. സംഘർഷാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ഇത്. കുടുംബം ഇപ്പോഴും ഈ സമാധി എന്നുള്ള വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സമാധി സ്ഥൽ പൊളിക്കാൻ സാധിക്കില്ല, അത് വിശ്വാസങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി വിധി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളൊരു ചോദ്യം, അതൊരു പ്രധാന ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവസമാധിയാണ്, തങ്ങളുടെ അച്ഛൻ മരിച്ചതല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇത് കല്ലറ തുറക്കാൻ വരുമ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകുമല്ലേ? ജയലക്ഷ്മി, തീർച്ചയായും ഈ ജീവൽ സമാധിയായി വെച്ചു എന്നുള്ളതാണ് കുടുംബം. 2 മക്കളും ജീവൽ സമാധിയായി അച്ഛനെ അടക്കി എന്നുള്ളൊരു വാർത്ത പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴും ഇതിൽ കുറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടോ, ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയോ, ഇല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ അങ്ങനെ ആരെങ്കിലും കണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് കുടുംബം മകൻ മാത്രമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നീട് അമ്മയുടെ മൊഴികളിലേക്ക് വരുമ്പോൾ ഈ മൊഴികളിലൊക്കെ ഓരോ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പലപ്പോഴും ഇവർ പറയുന്നത് മകൻ മാത്രമാണ് ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ആരും തന്നെ അച്ഛൻ മരിച്ചതായിട്ട് കണക്ക് കൂട്ടുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ല. അമ്മ പിന്നീട് പറയുന്നത് ശരീരത്ത് ചൂടുണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജീവൽ സമാധി എന്നുള്ളത് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യത്തിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. അഥവാ ഇനി ജീവനോടുകൂടി തന്നെ ഈ സ്ലാബിട്ട് മൂടിയതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണവും മുൻപോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും നാളെ ഈ കല്ലറ തുറക്കും എന്നുള്ള. അതേപോലെ തന്നെ ഈ ഗോപൻ സ്വാമിയെ കുറച്ചു കാലമായി തങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പറച്ചിൽ. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഗോപൻ സ്വാമി തനിയെ പോയി സമാധി ഇരുന്നു എന്ന് പറയുന്ന കുടുംബത്തിന്റെ വാദം പൊളിച്ചെടുക്കുന്ന ഒരു വിവരമായിരിക്കില്ലേ ഇനി വരിക? കാരണം കുടുംബം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാധിയായി അച്ഛൻ പോയി സമാധിയായി തങ്ങൾ നേരിട്ടത് കണ്ടു എന്നുള്ളതാണ്. ജലക്ഷ്മി, തീർച്ചയായും ഈ സ്വയം സമാധി എന്നുള്ള ഒരു വാക്ക് കുടുംബം പറയുമ്പോഴും നാട്ടുകാരുടെ ആക്ഷേപമുണ്ട്. കാരണം കുറേ കാലമായി കിടപ്പ് രോഗിയായിരുന്നു ഈ സ്വാമി എന്നുള്ളതാണ്. മുൻപും ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് വലിയ പ്രായത്തിൻ്റെതായിട്ടുള്ള അസ്കിതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ രോഗങ്ങളും അലട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അത്തരത്തിൽ പോയി ഇരിക്കാനുള്ള ഒരു ശാരീരിക അവസ്ഥ സ്വാമിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്, ഗോപൻ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ വാദങ്ങൾ പലപ്പോഴായി പൊളിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തന്നെയുമല്ല, പല വാദങ്ങളുണ്ട്. മരുന്ന് കഴിച്ചതിന് ശേഷം ഇപ്പോഴും അവിടെ പൂജ നടക്കുകയാണ്. വൈകുന്നേരം രാത്രിയുള്ള പൂജയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 41 ദിവസത്തെ പൂജ എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അല്ലേ?
രാത്രിയിൽ പൂജ ജയലക്ഷ്മി തീർച്ചയായും തുടരുകയാണ്. 41 ദിവസം പൂജ നടത്തും. അതുകൊണ്ട് തന്നെ നാളെ ഈ എത്ര സംഘർഷാവസ്ഥ ഉണ്ടായാലും ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ വാദം. അതേപോലെ തന്നെ വിവിധ സംഘടനകളും കുടുംബത്തോടൊപ്പം ചേരുന്നുണ്ട്. ഹിന്ദു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ എതിരായിട്ടാണ് ഇത്തരത്തിൽ ഈ പൊളിക്കൽ നടപടികൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ സംഘർഷത്തിലേക്ക് തന്നെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിരവധി സംഘടനകളും ഈ കുടുംബത്തോടൊപ്പമുണ്ട്. പക്ഷേ നാട്ടുകാരും അതേപോലെ തന്നെ പ്രദേശവാസികളും അടക്കമുള്ളവരൊക്കെ തന്നെ കുടുംബത്തിന് എതിരാണ്. നമ്മളത് പലപ്പോഴായി അവരുടെ പ്രതികരണങ്ങൾ തേടിയപ്പോൾ കണ്ടതുമാണ്. അത്തരത്തിൽ തന്നെ വലിയ സംഘർഷം നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സമാധി വിഷയം അത് കേരളം വരുന്ന ദിവസങ്ങളിലും ചർച്ചയാകും. അത് വലിയ ചർച്ചയിലേക്ക് തന്നെ മുൻപോട്ട് പോവുകയും ചെയ്യും. ഇനി അഥവാ ഇത്തരത്തിൽ സമാധി എന്നുള്ളത് സ്വാഭാവിക മരണമല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും നരഹത്യയ്ക്ക് കേസുകളിലേക്കും കാര്യങ്ങൾ നീങ്ങും. അതെങ്ങനെ സമാധിയായി ആ സമാധിയെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും കേരളത്തിൽ നിറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി.